നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റോ അല്ലെങ്കിൽ 1 പോയിന്റ് ടു അനദറോ എന്നൊക്കെ പറയുന്നതിനെയാണ്. അല്ലെങ്കിൽ എന്താ, വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജിനെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണെയാണ് പൊട്ടൻഷ്യൽ എന്നോ അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം അതും ഈ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധം എന്താ? പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധമുണ്ട്. അതെന്താണെന്നറിയാമോ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ തന്നെയാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചായിരുന്നു, എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഞാനും നിങ്ങളും ഒക്കെ ഇപ്പം ഇരിക്കുകയാണ്, അല്ലേ? ഇരിക്കുമ്പം നമ്മുടെ ശരീരത്ത് ഉള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം അവർ ബോഡി ഈസ് ഇൻ, അല്ലെങ്കിൽ എന്താണ്, ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് നിലനിൽക്കുകയാണ് നമ്മുടെ ബോഡി ഇപ്പം. അപ്പം എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും എനർജി വെച്ചിട്ട് വേണം ഞാൻ ഇവിടെ ഒന്ന് എണ്ണീക്കാൻ വേണ്ടി, അല്ലേ? അപ്പം ഈ പൊട്ടൻഷ്യൽ എനർജി മൊത്തം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു വർക്ക് ഡൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി മൊത്തം വർക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് എണ്ണീക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എണ്ണീച്ചിട്ട് ഞാൻ നടക്കണമെങ്കിൽ വീണ്ടും ബോഡി മോഷനിൽ വന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? അത്രയും ചെയ്ത വർക്ക് ഡൺ കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുവാണെങ്കിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ആ കൈനറ്റിക് എനർജി വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ അവിടെ ഇരിക്കാനായിട്ട്, അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം ഇരുന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ എത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നോ അത്രയും തന്നെ വർക്കായി എണീറ്റപ്പോൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ വർക്ക് തന്നെ വീണ്ടും മൂവ് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ എനർജി തന്നെ വീണ്ടും വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും വീണ്ടും എവിടെ ഇരിക്കുമ്പോൾ വീണ്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യുന്നു. അതായത് എനർജി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നശിച്ചു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. അതൊരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് ഇങ്ങനെ മാറ്റം നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ നമ്മൾ ഒരു ചാർജിനെ വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യിക്കുവാണ്. അങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. ആ ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിട്ട് സ്റ്റോർ ആവുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നു. ഞാൻ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ചാർജിനെ ഞാൻ വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ I have to do some work, and that work is stored as potential energy at that particular point. മനസ്സിലായോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ സ്റ്റോർ ആവുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? ഏബൽ എന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? ഓക്കെ. ഡേബ്രിയ ഓക്കെ ആണോ? കൺസെപ്റ്റ് ഓക്കെ. അതേപോലെ ലോവിസും അഭിരാമും എന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പം നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജ്. Potential energy of a system of charge. എന്നിട്ട് എഴുതേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ അങ്ങ് എഴുതിക്കോ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് a charge, system of charge is the work done in bringing a charge from infinity to their present position.
ഇതിന് ഒരു 3 കേസ് ഉണ്ട്. കേസ് 1ന് സിംഗിൾ ചാർജ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സിംഗിൾ ചാർജ് ഈസ് ഇൻവോൾവ്. സിംഗിൾ ചാർജ് ഈസ് ഇൻവോൾവ്. സിംഗിൾ ചാർജ് ഈസ് ഇൻവോൾവ്. അപ്പം സിംഗിൾ ചാർജ് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സിംഗിൾ ചാർജ് ഈസ് ഇൻവോൾവ്. അതിനെ വേറൊരു രീതിയിൽ വേണേൽ മനസ്സിലാക്കാം. സിംഗിൾ ചാർജ് ഇൻവോൾവ് ചെയ്യുമ്പം വേറൊരു ഇലക്ട്രിക് ഫീൽഡും ഇല്ല. ദാറ്റ് ഈസ് വെൻ ആ ബ്രാക്കറ്റിനകത്ത് തന്നെ എഴുതിക്കോ, വെൻ there is no electric field. When there is no electric field. When there is no electric field. Electric field. ഓക്കെ. അപ്പം ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണേ. നോക്കി, എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ. ശ്രദ്ധിച്ചോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യണം. ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റാണ് വേണ്ടത്. അപ്പം എനിക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു Q1 ചാർജിനെ Q1 എടുക്കാം. ഒരു Q1 ചാർജിനെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കണം. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുമോ ഏബലെ? ഒന്ന് പറയാമോ ഏബലിന്റെ ഒരു ഐഡിയ അനുസരിച്ച്? അല്ല, ഞാൻ പൊക്കി വെക്കാനായിട്ടൊരു വർക്ക് ചെയ്യണം. പക്ഷേ വേറൊരു ആരെങ്കിലും എന്നെ ഒപ്പോസ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ്. ആരുടെ ഇലക്ട്രിക് ഫീൽഡ്? എ എന്ന് പറഞ്ഞ സ്പേസിൽ ഒരു ചുമ്മാ ഒരു പോയിന്റ്. അവിടെ ആരുടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? അവിടെ ആരുടെയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? അപ്പൊ പിന്നെ എനിക്ക് Q1 അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി വർക്ക് എടുത്ത് പൊക്കിയെടുത്ത് അവിടെ കൊണ്ട് വെക്കാനുള്ള ജനറൽ വർക്കേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുടെയും ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് അവിടുത്തെ കേസ്. അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ സിംഗിൾ ചാർജ് ഈസ് ഇൻവോൾവ്, when there is no electric field. ഈ എ എന്ന് പറയുന്ന പോയിന്റ് വേറെ ആരുടെയും ഇലക്ട്രിക് ഫീൽഡിൽ അല്ല ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഒരു ജനറൽ പോയിന്റ് ഇൻ സ്പേസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ദിസ് പോയിന്റ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എനി അതർ ചാർജ്. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഹാവ് ടു ഡു എനി വർക്ക് വൈൽ ടേക്കിംഗ് Q1 ടു ദിസ് പോയിന്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ വർക്ക് ഡൺ therefore അപ്പം ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു പടം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ സിംഗിൾ ചാർജ് ഫ്രം infinity to the point A. Infinity to the point A is given by നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? W is equal to work is equal to നമ്മൾ പൊട്ടൻഷ്യൽ is equal to W by Q എന്നാണ് എടുത്തതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതില്ലയോ? W is equal to V into Q1 ആയിരിക്കും ഇവിടെ. കാരണം Q1നെ മണ്ടക്കി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ ഒന്നും ഇല്ല. ഈ എ എന്ന് പറയുന്ന പോയിന്റ് ആരുടെയും പൊട്ടൻഷ്യൽ ഒന്നും അല്ല. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് ആരുടെയും ഇലക്ട്രിക് ഫീൽഡിലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് V എന്തായിട്ട് എടുക്കാം? ഹിയർ V is equal to 0. Therefore W is equal to 0 into Q1. W is equal to 0. അപ്പം ഇതിനെ Q1 കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് W1 എന്നാണ് വിളിക്കാം. ഞാൻ ജനറലി മൂന്ന് കേസായിട്ടാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ W തന്നെ എടുത്തോ, കുഴപ്പമില്ല. W1 എന്ന് എടുക്കും, W തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ W തന്നെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ U. Therefore U എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് എഴുതാം. അടുത്തത് കേസ് 2 ആണ്. അതിനകത്ത് 2 charges are involved. 2 charges are involved. അതിനർത്ഥം നേരത്തെ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്?
വേറെ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലല്ലായിരുന്നു ഇരിക്കുന്നത്. ഇപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ Q1 ചാർജിനെ നമ്മൾ ആദ്യത്തെ കേസിൽ കൊണ്ടുവച്ചു. ഇനി എനിക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു Q2 ചാർജിനെ ഈ എയുടെ അടുത്തുള്ള ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവെക്കണമെങ്കിൽ ഞാനൊരു വർക്ക് ഡൺ ചെയ്യണം. എന്തിനെതിരെയാണ്? ഈ A1 എന്ന് പറയുന്ന പോയിന്റിലുള്ള Q1 ചാർജിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലുണ്ട്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ ഈ Q2നെ എനിക്ക് ഈ Q1ൻ്റെ അടുത്ത് കൊണ്ടുവെക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാം, വർക്ക് ഡൺ ഇൻ മൂവിങ്, വർക്ക് ഡൺ ഇൻ മൂവിങ് work done in moving ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ work done in moving a charge, work done in moving a charge Q2 from infinity to point B is given by ഇവിടെ W2 എന്നാണ് എടുക്കേണ്ടത്. ഞാൻ W എന്ന് എടുക്കുകയാണ്. നമുക്ക് W2 എന്ന് പറഞ്ഞാൽ നമുക്ക് W ഈക്വൽ എന്താ? ഇവിടെയും V ഇൻറ്റു, അതായത് ഇവിടെ V എന്നല്ല പറയേണ്ടത്. കാരണം എന്താ? ഇവിടെ Q1ൻ്റെ പൊട്ടൻഷ്യലാണിത്. അപ്പം Q1ൻ്റെ പൊട്ടൻഷ്യൽ V1 ആണ്. V1 ഇൻറ്റു എന്തെന്ന് വരും? Q2 എന്ന് വരണം. അതായത് ആറുടെ പൊട്ടൻഷ്യലിനെതിരെയാണ് ഞാൻ Q2നെ കൊണ്ടുവരേണ്ടത്. Q1ൻ്റെ പൊട്ടൻഷ്യൽ എന്താ? V1. അപ്പോൾ V1 ഇൻറ്റു Q2 എന്ന് വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം V1ൻ്റെ നമുക്ക് V ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1/4πε0 Q ഡിവൈഡഡ് ബൈ എന്താണ്? R ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇല്ലേ, പൊട്ടൻഷ്യലിനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ V1 ആകുമ്പോൾ Q1ൻ്റെ ആണ്. അങ്ങനെയാണെങ്കിൽ 1/4πε0 Q1 ഡിവൈഡ് ബൈ R ഇൻറ്റു Q2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ W ഈസ് ഈക്വൽ എന്ന് വരും? 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്തെന്ന് വരും? R എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ W തന്നെയാണ് U ആയിട്ട് സ്റ്റോർ ആകുന്നത്. ഫൈനൽ ഇക്വേഷൻ U ഈസ് ഈക്വൽ ടു എന്താണ്? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R. ഡൗട്ടുള്ളത് ചോദിച്ചോണം. എവിടെ ഡൗട്ട് ചോദിച്ചല്ലോ? ഇത് പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 1/2 ഇതിനകത്ത് കൊടുത്താലും 0 വരും. അപ്പോൾ ഇതിനകത്തും എക്സിൻ്റെ വാല്യൂ 1/2 കൊടുക്കുക, ഇതിനകത്തും കൊടുക്കുക. അപ്പോൾ എന്താവും? അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അതിന് P യും Q കൊണ്ട് വിളിച്ചാൽ A B എന്ന് വിളിച്ചാൽ മതി. ഇത് ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? നോട്ട് എഴുതിയോ? ലോയിസ്, അഭിരാം, ഡേവിയ? ഓക്കെ. ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് വരുമ്പോഴത്തേക്കും ഇവിടെ 3 ചാർജാണ് ഇൻവോൾവ് ചെയ്യുന്നത്. 3 ചാർജ്. അപ്പോൾ അതാണ് ഡെറിവേഷൻ. യൂഷ്വലി പലപ്പോഴും നമ്മുടെ ന്യൂമറിക്കലായിട്ട് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻ ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പം കേസ് 3 ആണ്. കേസ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 3 ചാർജസ് ആർ ഇൻവോൾവ്. 3 ചാർജസ് ആർ ഇൻവോൾവ്.
എടുത്ത് ലെവലാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. എനിക്ക് എടുക്കട്ടെ. ഇവിടെ ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ 3 പോയിന്റ് കൺസിഡർ ചെയ്യുകയാണേ. 3 പോയിന്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൽ 3 പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. എ, ബി, സി, അല്ലെങ്കിൽ പി ക്യു ആർ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോണം. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു Q1 എന്ന് പറയുന്ന ചാർജിനെ, എൻ്റെ ചോദ്യം അഭിരാമിനോടാണ്. Q1 എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഞാൻ ഈ പോയിന്റ് കൊണ്ടുവെക്കാൻ പോവാം. ഞാൻ വർക്ക് വല്ലതും ചെയ്യണോ അഭിരാമേ? അഭിരാം കേൾക്കാമോ? ഞാൻ ഈ പറയുന്നത് കേൾക്കാമോ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? അല്ലെങ്കിൽ ലോവിസ് പറയാമോ? ലോവിസ് കേൾക്കാമോ? ആ കേൾക്കാം, പറഞ്ഞോ അഭിരാം പറഞ്ഞോ. വർക്കൊന്നും ചെയ്യണ്ട സർ. വർക്കൊന്നും ചെയ്യണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 ചാർജ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് വർക്ക് ഡൺ? ഈ പടം ഞാൻ ഫൈനലി ഇങ്ങനെ ഇതൊന്നും വരയ്ക്കണ്ട കേട്ടോ. അതായത് ജസ്റ്റ് തന്നെ ഇങ്ങനൊന്നും വരയ്ക്കണ്ട, അങ്ങനെയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 3 ചാർജ് അവിടെ വരച്ചിട്ട് ഫൈനൽ പടം വരച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണിത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇതിനി ഇവിടെ കൊണ്ടുവെക്കുന്നത് എനിക്ക് വർക്കൊന്നും ചെയ്യണ്ട, പക്ഷെ അത് കാണിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇത് എഴുതേണ്ടത് വർക്ക് ഡൺ in bringing Q1 charge from infinity to point A is given by എന്താണ് അഭിരാമേ? സീറോ. പക്ഷെ അത് നമ്മൾ കാണിക്കണം. എങ്ങനെയാണെന്നറിയോ? നമ്മളിവിടെ 3 ചാർജിൻ്റെ കേസ് ഒരുമിച്ച് പറയുന്നുണ്ട്. W1, W2, W3 എന്ന് തന്നെ എടുക്കണം. അപ്പോൾ W1 നമുക്ക് എന്തെന്ന് എടുക്കാം? പൊട്ടൻഷ്യൽ അവിടെ V ആണ്. ആ ആരുടെയും പൊട്ടൻഷ്യൽ V ഇൻറ്റു Q1 ആണ്. Q1ൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അതാണ് V ഇവിടെ 0 ആയതുകൊണ്ട് 0 ഇൻറ്റു Q1 ആണ്. അതുകൊണ്ട് ഇവിടെ W1 ഈസിക്കൽ നമുക്ക് എന്ത് കിട്ടി? 0. W1 0 ആണെങ്കിൽ നമുക്ക് U1 എന്ത് കിട്ടും? U1 നമുക്ക് എന്തെന്ന് എഴുതാം? അല്ലെങ്കിൽ W1 അവിടെ കിടക്കട്ടെ, നമ്മൾ ടോട്ടൽ വർക്ക് ഒരുമിച്ച് എഴുതാം. W1 എന്താണ് 0 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ Q1 ഇരിക്കുകയാണ്. എനിക്ക് Q2വിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിലേക്ക് കൊണ്ടുവെക്കണം. ഞാൻ വർക്ക് ചെയ്യണോ അഭിരാമേ? ചെയ്യണം. അപ്പം രണ്ടാമത്തെ കേസിൽ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് Q2 ഫ്രം infinity to point C is given by നമുക്കറിയാം രണ്ടാമത്തെ ചാർജ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വർക്ക് W2 എന്ന് എഴുതാം. W2 ഈസിക്കൽ എന്താ? അവിടെയുള്ള പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം എന്നറിയോ? ഈ Q1ൻ്റെ പൊട്ടൻഷ്യൽ ഇങ്ങോട്ടും ഇതിൻ്റെ ചുറ്റിനും Q1 എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. അപ്പോൾ സിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, Q1ൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ V1 ഇൻറ്റു ആരുടെ മണ്ടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? Q2ൻ്റെ മണ്ടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ V1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കാരണം ഇവർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ Q2നെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. പക്ഷെ അതിനെ വെക്ടർ ഫോമിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പം R എന്ന് എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്നാലും ജസ്റ്റ് R എന്ന് എടുക്കുകയാണ്. ഫൈനൽ പടത്തിനകത്ത് R എന്നല്ല എടുക്കുന്നത്. നമ്മളത് എന്താ എടുക്കുന്നതെന്ന് അവസാനം ഞാൻ പറയും, നോക്കിയോളൂ. അപ്പോൾ V1 നമുക്ക് എന്ത് എഴുതാം? 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R ഇൻറ്റു Q2. അങ്ങനെയാണ് നമുക്കിവിടെ ഫൈനലായിട്ട് 1/4πε0 Q1 Q2. കണ്ടോ? ഇവിടെ Q1 Q2 വന്നുകൊണ്ട് താഴെ R12 എന്ന് എഴുതാം. അപ്പോൾ ഈ പടത്തിനകത്ത് R12 എന്നാക്കിയാൽ മതി ഇവിടെ. ഓക്കെ, വെക്ടർ ഫോമിൽ എഴുതാൻ വേണ്ടി W2 കഴിഞ്ഞു. ഇനി നോക്കൂ. ഇനി നോക്കൂ. ഇനിയും Q3 എന്ന് പറയുന്ന ചാർജിനെ എനിക്ക് ഇവിടോട്ട് കൊണ്ടുവെക്കണം. അഭിരാം പറഞ്ഞേ. ഇപ്പം ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ആരുടെയൊക്കെ പൊട്ടൻഷ്യൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്? അല്ല, ചാർജ് എന്ന് പറയണേ Q1ൻ്റെയും Q2ൻ്റെയും, ശരിയല്ലേ?
V1 അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ V1 + V2 ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. മൂന്നാമത്തെ കേസിൽ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് Q3 ഫ്രം ഇൻഫിനിറ്റി to point B is given by നമുക്ക് എന്താണ് W3 = V1 + V2 into Q3. കാരണം Q3 കൊണ്ടുവരണമെങ്കിൽ V1 V2 എന്ന് പറയുന്ന രണ്ട് പൊട്ടൻഷ്യലിനെ എതിർത്തിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടി. അപ്പം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം V1ന്റെ വാല്യൂ 1/4πε0 Q1/R ആണെന്നും V2ന്റെ വാല്യൂ 1/4πε0 Q2/R ആണെന്നും അറിയാം. ഹോൾ ഇൻറ്റു എന്തെന്ന് വരും Q3നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 Q1 Q3/R. താഴത്തെ എഴുതണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 1/4πε0 Q2 Q3/R. അപ്പോൾ ഇവിടെ Q1 Q3 ആയതുകൊണ്ട് ഇത് നമുക്ക് 13 എന്നും Q2 Q3 ആണെങ്കിൽ ഇത് നമുക്ക് 23 എന്നും എഴുതാം. എന്നിട്ട് പടത്തിലോട്ട് പോയിട്ട് പടത്തിലും അങ്ങനെ ആക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ Q3 ഇരിക്കുകയാണ്, അപ്പം ഇത് Q23യും ഇത് അല്ല R23യും ഇത് R13യും ആക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണെന്ന് എഴുതാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഇതിപ്പോൾ W3 ആണ് കിട്ടിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഇൻ എ സിസ്റ്റം ആണ്. നമ്മളിപ്പോൾ എത്ര വർക്ക് ചെയ്തു? ആദ്യം ഒരു ചാർജിനെ കൊണ്ടുവരാൻ W1 വർക്ക് ചെയ്തു, രണ്ടാമത്തെ ചാർജ് കൊണ്ടുവരാൻ W2 വർക്ക് ചെയ്തു, മൂന്നാമത്തെ ചാർജ് കൊണ്ടുവരാൻ W3 വർക്ക് ചെയ്തു. അപ്പോൾ ഈ ടോട്ടൽ വർക്ക് അല്ലേ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു W1 + W2 + W3. അപ്പം U എന്ന് ടോട്ടലായിട്ട് എടുക്കാം. U എന്ന് എടുക്കാം. U ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എഴുതുന്നതിന് പകരം അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എഴുതിയാൽ മതിയുള്ളൂ. ടോട്ടൽ വർക്ക് ഡൺ അങ്ങനെ എഴുതിക്കോ. അതാകുമ്പോൾ കുറച്ചുകൂടെ ലോജിക്കാണ്. ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു W1 + W2 + W3. അതപ്പം 0 + 1/4πε0 Q1 Q2/R12 + 1/4πε0 Q1 Q3/R13 + 1/4πε0 Q2 Q3/R23. അപ്പം അതിനെ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യും. ടോട്ടൽ വർക്ക് ഡൺ W ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഫൈനലായിട്ട് ഇങ്ങനെ എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് 1/4πε0 നമുക്ക് വേണമെങ്കിൽ അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q1 Q2/R12 + Q1 Q3/R13 + Q2 Q3/R23. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഈ W ടോട്ടലിനെ നിങ്ങൾ എന്താക്കി എഴുതുക? ഈ ടോട്ടൽ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പം ടോട്ടൽ വർക്ക് ഡൺ ഈസ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. therefore W total is equal to U. therefore U is equal to എന്താണ്? നമുക്ക് ഫൈനലി ഫൈനൽ ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ 1/4πε0 കോമൺ Q1 Q2/R12 + Q1 Q3 + Q1 Q3/R13 + Q2 Q3/R23. ഇതായിരിക്കും. സാർ ആ ഡയഗ്രം ഒന്ന് കാണിക്കാമോ? കാണിക്കാം. ഡയഗ്രം ഞാൻ വരച്ച് കാണിക്കുന്നതിന് ഈ ഫൈനൽ ഡയഗ്രം ഇങ്ങനെ ഇരിക്കുവേ. അതായത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ Q1 വരയ്ക്കുക, ഇവിടെ Q2 വരയ്ക്കുക, ഇവിടെ Q3 വരയ്ക്കുക. എന്നിട്ട് ഇവരെ 3 പേരെ ജോയിൻ ചെയ്യുക. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് ഇവിടെ
R12 ഇടുക, ഇത് R23 ഇടുക, ഇത് R13 ഇടുക. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ പഠിപ്പിക്കാം നമുക്ക്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. അത് കുറേ കേസുകളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫുൾ തീരത്തില്ല, കുറേ കേസുകളുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇനിയിപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി പഠിക്കാനാണ്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അത് നമുക്ക് കുറച്ചുകൂടെ ലോജിക്കായിട്ടൊന്ന് പറഞ്ഞു തരണം. അപ്പം പെട്ടെന്ന് പഠിക്കേണ്ട, അത് നല്ലതായിട്ട് തന്നെ പഠിക്കാം. അവിടെ ന്യൂമറിക്കലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ആപ്ലിക്കേഷൻ ലെവലിൽ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എഴുതിക്കോ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അതും കൂടെ എഴുതിക്കോ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് potential energy of dipole in electric field. അപ്പം ഒരു ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഒന്ന് പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, അല്ല ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലേ, പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക്. ഇതിനിടയിൽ ഞാനൊരു ഡൈപോൾ കൊണ്ടുവച്ചിട്ട് ടോർക്കിനെ പറ്റി ഞാൻ അന്ന് പഠിപ്പിച്ചാണ്. ഡൈപോൾ എന്ന് പറയുമ്പോൾ എന്താ, ഒരു മൈനസ് ക്യൂ ഒരു പ്ലസ് ക്യൂ. ഓക്കെ,
ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോൾ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡൈപോൾ എന്താവും? ഡൈപോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് മാറും അല്ലേ? അതായത് ടോർക്ക് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എന്താ ഇതിനകത്ത് വർക്ക് ഞാൻ ഏബലിനോടാണ് ചോദിക്കുന്നത്. ഏബലെ, ഇതിന്റെ നോർമൽ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ ഈ പടം അനുസരിച്ച് ഇതിന്റെ നോർമൽ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? Downwards. കേട്ടില്ല. Downwards. ഡൗൺവേർഡ്സ് മീൻസ് ഐദർ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്, അങ്ങനെ വേണം. Clockwise direction it goes downwards and it stops. അതായത് നമ്മൾ പഠിച്ചത് ഈ പ്ലസ് ക്യൂ ചാർജിനെ ഈ മൈനസ് ക്യൂ ചാർജ് ഇങ്ങോട്ടും ഈ മൈനസ് ക്യൂ ചാർജിനെ ഈ പ്ലസ് ക്യൂ ചാർജ് ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, റൈറ്റ്? അപ്പം അവിടെ അതെന്തിനാ നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറയുന്നത്? അവിടെ പൊട്ടൻഷ്യൽ എനർജി അവിടെ വർക്കൊന്നും ചെയ്യുന്നില്ലോ, പിന്നെ എങ്ങനെയാ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറയേണ്ട ആവശ്യം എന്താ? ഏവന്റെ അഭിപ്രായം എന്താ? The torque is acting. Yes, torque is acting. But why we have to do work there? അവിടെ വർക്ക് ചെയ്യുന്നോണ്ടാണല്ലോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം, ഇവിടെ നമ്മൾ ഡൈപോളിനകത്തോട്ട് അല്ല ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് ഒരു ഡൈപോളിനെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കൊണ്ടുവച്ചാൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ മൈനസ് ക്യൂ, പിന്നെ ഇവിടെ സ്റ്റക്കാ, പിന്നെ ഇനി വേറെ മൂവ്മെന്റ് ഇല്ല ഇവിടെ. പിന്നെ എന്തുകൊണ്ട് അവിടെ വർക്കിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടി വരുന്നു? അതാണ് എൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾ നോക്കുക, യൂഷ്വൽ ടോർക്കിന്റെ ഡയറക്ഷൻ ആണ് ക്ലോക്ക് വൈസ്. എന്നാൽ ഇതിനെ എനിക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഏബലെ? യെസ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടുത്തെ കേസ്. അതായത് നമ്മൾ ഇവിടെ തിരിച്ച് മൂവ് ചെയ്യാണ്. ടോർക്ക് ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണല്ലോ വർക്ക് ഡൺ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇതൊരു θ1 ആംഗിളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. അതായത് ഇതാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ അല്ലേ? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് θ1ലാണ്. ഇതിനെ എനിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവനെ എനിക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നറിയാമോ? ഇവനെ എനിക്ക് ഇങ്ങനെ കൊണ്ടുവരണം, റൊട്ടേറ്റ് ചെയ്തിട്ട്. അപ്പം ഇത് പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. ഇത് ആദ്യം ഉണ്ടായിരുന്ന ആംഗിൾ θ1 ആയിരുന്നു, ഇപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ θ2 ആണ്. ഓക്കെ, അപ്പോൾ θ1 ആംഗിളിൽ നിന്ന് എനിക്ക് ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്ത് θ2 ആംഗിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തുമാത്രം വർക്ക് ഡൺ ചെയ്യണോ അതായിരിക്കും എൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിന് കുറേ കേസുകളുണ്ട്. എന്നിരുന്നാലും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഡേബ്രിയ ഓക്കെ ആണോ? ഓക്കെ. ലോറീസ് ഓക്കെ ആണോ? അതേപോലെ തന്നെ നമ്മുടെ അഭിരാം ഓക്കെ ആണോ? അഭിരാം ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പറയുന്നത് ടോർക്കിന്റെ കേസ് നമുക്ക് F = Q × E ആണെന്നും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത് തന്നെയാണ്? F = Q × അതായത് ഇവിടെ പോസിറ്റീവ് Q × E ആണ്, ഇവിടെ നെഗറ്റീവ് Q × E എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഈ പടം നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടത് കൺസിഡർ എ ഡൈപോൾ, ഡൈപോൾ ഇൻ a uniform electric field, uniform electric field, uniform electric field. Let tau be the torque acting, on the dipole, in order to move dipole in opposite direction to that of its normal torque, torque we have to do
we have to do a work. അപ്പം നമുക്ക് അറിയാം വർക്ക് എന്ന് പറയുന്നത് എന്താ, വർക്ക് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് ഒരിക്കലും, അതായത് ഇപ്പം ഇങ്ങനെ തീറ്റ ടൂവിലോട്ട് ഇത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഇത്രയും റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കും, പിന്നെ ഇത്രയും റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത്രയും വർക്ക് കണ്ടുപിടിക്കും, പിന്നെ ഇത്രയും റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത്രയും വർക്ക് കണ്ടുപിടിക്കും. ഇതെല്ലാം കൂടെ കൂട്ടും. അപ്പോൾ ഇതെല്ലാം കൂട്ടുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട സാധനമാണ് ഇൻ്റഗ്രൽ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോർ സ്മോൾ വർക്ക് നമുക്ക് എന്താണെന്ന് എഴുതാം, സ്മോൾ വർക്ക്. ഇവിടുത്തെ സ്മോൾ വർക്കിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. ഇവിടെ ലീനിയർ മോഷൻ അല്ല, റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഇതിനെ നേരെ റൊട്ടേഷണൽ കൺസെപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഫോർ റൊട്ടേഷണൽ മോഷൻ നമുക്ക് എങ്ങനെ എഴുതാം, W ഈസിക്കൽ ടു റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടോർക്കാണ്. എന്താണ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഫോർ സ്മോൾ വർക്ക് നമുക്ക് DW ഈസിക്കൽ ടു ടോ കോൺസ്റ്റന്റ് ആണ്, ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, DW ഈസിക്കൽ ടോർക്ക് ഈസിക്കൽ ടു PE സൈൻ തീറ്റ ആയിരുന്നു. PE സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ടോട്ടൽ വർക്ക്, ടോട്ടൽ വർക്ക് ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എവിടെ തൊട്ട് എവിടെ വരെയാ, θ1 ആംഗിൾ തൊട്ട് θ2 ആംഗിൾ വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ θ1 ടു θ2നെ നമ്മൾ PE സൈൻ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, സൈൻ തീറ്റ ഡി തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ DWൻ്റെ എഴുതുമ്പോൾ W ടോട്ടൽ വരുന്നു, PE കോൺസ്റ്റന്റ് പുറത്തിറക്കുന്നു. ഇൻ്റഗ്രൽ θ1 ടു θ2 സൈൻ തീറ്റനെ ഡി തീറ്റ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ W ടോട്ടൽ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു നെഗറ്റീവ് കോസ് തീറ്റ എന്ന് എടുക്കുന്നു. ലോവർ ലിമിറ്റ് θ1, അപ്പർ ലിമിറ്റ് θ2. അടുത്ത ഇതിനകത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന ഇതിലേക്ക് എഴുതണം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് നെഗറ്റീവ് കോസ് θ2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്താ, നെഗറ്റീവ് കോസ് θ1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W ടോട്ടൽ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു നെഗറ്റീവ് കോസ് θ2 പ്ലസ് കോസ് θ1 എന്ന് വരുന്നു. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ W ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് എഴുതാം. ഇതായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ W ടോട്ടൽ വരും U ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അതായത് എനിക്ക് ആ θ1 ആംഗിളിൽ നിന്നും θ2 ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് PE. P മീൻസ് ഈ PE പൊട്ടൻഷ്യൽ എനർജി എന്ന് വിചാരിക്കില്ലേ. P എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻറ്റും E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡുമാണ്. PE കോസ് θ1 മൈനസ് കോസ് θ2 ആയിരിക്കും. θ1 എന്ന് പറയുമ്പോൾ ആദ്യം ഇരിക്കുന്ന ആംഗിൾ, ഏത് ആംഗിളിലാണോ ഇരിക്കുന്നത്, ഇനി എന്താ ഏത് ആംഗിളിലോട്ടാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അതാണ് θ2. ക്ലിയർ? കൺസെപ്റ്റ് ക്ലിയർ ആയി പോകണം. ഇനി അങ്ങോട്ടുള്ളതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ കേസുകളാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ ന്യൂമറിക്കൽ വരുമ്പോഴും ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയാൽ സെറ്റാണ്. ഡയഗ്രം ഒന്ന് കാണിക്കാം. കാണിക്കാം.
ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, എല്ലാവരും നോട്ട് എഴുതിയെങ്കിൽ നോട്ട് എഴുതിയോ? ഓക്കെ ആണോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? എന്തെങ്കിലും എഴുതാനുണ്ടോ പറഞ്ഞേ.